അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷുഐബ് നബി തൻ്റെ ജനതയെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചതും ആ ജനതയിൽ വ്യാപകമായി നിലനിന്ന കച്ചവടത്തിലെ അഴിമതി അവസാനിപ്പിക്കണമെന്ന് അവരെ ഉത്ബോധിപ്പിച്ചതുമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. ഷുഐബ് നബിയുടെ ഈ ഉത്ബോധനത്തോട് ആ ജനം പ്രതികരിച്ചതും അതിനുശേഷമുള്ള ഷുഐബ് നബിയുടെ വിശദീകരണവുമാണ് ഇന്ന് പഠിക്കുന്ന 87, 88 ആയത്തുകളിലുള്ളത്. ഷുഐബ് നബി പറഞ്ഞ കാര്യങ്ങൾ അവർ അംഗീകരിക്കില്ല എന്ന് ഷുഐബ് നബിയെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് അവർ ചെയ്തത്. സമൂഹത്തിൽ സ്ഥാനവും സ്വാധീനവും അധികാരവുമുള്ളവരുടെ അഴിമതി പുറത്തു കൊണ്ടുവരുമ്പോൾ പുറത്തു കൊണ്ടുവന്ന ആളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് പരിഹസിക്കുന്നതിന് നമ്മുടെ മുമ്പിൽ തന്നെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളില്ലേ. അതുപോലെ തങ്ങളുടെ തെറ്റുകൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ അത് തിരുത്താൻ തയ്യാറാവാതെ അതിന് മറുപടിയില്ലാതെ വരുമ്പോൾ പരിഹസിക്കുകയാണ് ബഹുദൈവാരാധകരും അഴിമതിക്കാരുമായ ആ ജനത. قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد. قالوا അവർ പറഞ്ഞു, യാ ഷുഐബെ അസ്വലാത്തുക തഅ്മുറുക, നിന്റെ നമസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത്? അന്നത്തുറുക്ക മാ യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പൂർവികന്മാർ ആരാധിച്ചു പോന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന്. ഷുഐബെ, നിന്റെ നമസ്കാരങ്ങൾ നിന്നോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ പൂർവികന്മാർ ആരാധിച്ചു പോന്നതിനെയൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഞങ്ങളോട് ഉപദേശിക്കാനാണോ? ഷുഐബ് നബി ധാരാളമായി നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഷുഐബ് നബിയുടെ നമസ്കാരം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും ആരാധനകളുമൊക്കെ സ്വലാത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഷുഐബ് നബിയോട് പറയുന്നതിലൂടെ ഷുഐബ് നബിയുടെ ആരാധനയെയും ഷുഐബ് നബിയുടെ അഴിമതിക്കെതിരായ നിലപാടിനെയും പരിഹസിക്കുക കൂടിയാണ് അവർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇയാളുടെ നമസ്കാരവും ആരാധനയും ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ കൈകടത്താനാണത്രേ ഇയാളെ പഠിപ്പിക്കുന്നത് എന്ന് പൊതുജനമധ്യത്തിൽ കളിയാക്കുകയാണ്. ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ, അതുപോലെ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുന്നത് ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നാണോ നിന്നോട് നിന്റെ നമസ്കാരം കൽപ്പിക്കുന്നത്? ഔ അല്ലെങ്കിൽ എന്നാൽ ഇവിടെ അതുപോലെ എന്നാണ്. അതുപോലെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഞങ്ങളോട് പറയാനാണോ നിന്റെ പ്രാർത്ഥനകൾ നിന്നോട് കൽപ്പിക്കുന്നത്? അൻ നഫ്അല ഫീ അംവാലിന, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ചെയ്യുന്നത്, മാ നശാ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ ഇടപാട് നടത്താനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനാണോ നീ വന്നിരിക്കുന്നത്? ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്, നീ വലിയ വിവേകമുള്ളവനും സന്മാർഗം ലഭിച്ചവനും തന്നെ. ഇതൊരു പരിഹാസമാണ്. ഷുഐബ് നബിയോട് പറയുകയാണ്, ഓ നീ വലിയ വിവേകി, നീ വലിയ നേർമാർഗം പ്രാപിച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. ഇതിന് മറുപടിയായിക്കൊണ്ട് ഷുഐബ് നബി പറഞ്ഞു, ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വറസഖനി മിൻഹു റിസ്ഖൻ ഹസനാ വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഖാല, അപ്പോൾ ഷുഐബ് നബി പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനമേ, അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവിൽ ആണ് ഉള്ളതെങ്കിലെന്ന്? ഇതിനു മുമ്പ് പറഞ്ഞ പ്രവാചകന്മാരിൽ പലരും അവരുടെ ജനതയോട് ഇങ്ങനെ പറഞ്ഞതായി ഈ സൂറത്തിൽ ഇതിനു മുമ്പ് വന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലെ നിഷേധികളോട് ഇങ്ങനെ പറഞ്ഞതായി ഈ സൂറത്തിൽ തന്നെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ എനിക്ക് കിട്ടിയത് കൊണ്ടാണ്, അതായത് ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നതും ഈ നിലപാടിൽ നിലകൊള്ളുന്നതും. അല്ലാതെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് പോലെ എനിക്ക് തോന്നിയതുപോലെ പറയുകയല്ല. വറസഖനി മിൻഹു റിസ്ഖൻ ഹസന, അവനിൽ നിന്ന് എനിക്ക് നല്ല വിഭവങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. നല്ല ഹലാലായ സമ്പത്ത് എനിക്കവൻ നൽകിയിട്ടുണ്ട്. നല്ല വിഭവം എന്ന് പറഞ്ഞാൽ അവിഹിതമായതൊന്നും ചേരാത്ത സമ്പത്ത്, അതാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പോലെ ചതിയും വഞ്ചനയും നടത്തി അവിഹിതമായ സമ്പാദ്യത്തിന് ഞാൻ മുതിരുകയില്ല. ഒമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാമ അൻഹാക്കും അൻഹു,
ഏതൊന്ന് നിങ്ങൾ ചെയ്യരുതെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നുവോ അത് ചെയ്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞതിനെതിരിൽ പ്രവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒമാ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല അൻ ഉഖാലിഫക്കും, നിങ്ങൾക്ക് എതിരെ ആവാൻ, ഇലാമ അൻഹാക്കും അൻഹു, ഏതൊന്നിൽ നിന്നാണോ നിങ്ങളോട് ഞാൻ വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതിന്. ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഞാൻ സ്വയം ചെയ്തുകൊണ്ട് എനിക്കെന്തെങ്കിലും നേട്ടം, നിങ്ങളറിയാതെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുന്നവനല്ല ഞാൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതാതു, എനിക്കാവുന്നത്ര കാര്യങ്ങൾ ശരിയാക്കുവാൻ, സമൂഹത്തെ സംസ്കരിക്കുവാൻ ശ്രമിക്കുക എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സമൂഹത്തിൽ ഏകദൈവ വിശ്വാസം സ്ഥാപിക്കുകയും സമൂഹത്തിലെ തിന്മകളെയും ജീർണതകളെയും ഇതുപോലെയുള്ള അഴിമതികളെയും ഇല്ലാതാക്കാനുള്ള ഇസ്ലാഹി പ്രവർത്തനങ്ങൾ, സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഞാൻ എനിക്ക് കഴിയുന്നത്ര ശ്രമിക്കുന്നത്. ഇൻ ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇല്ലൽ ഇസ്ലാഹ, ഇസ്ലാഹ് നടത്താനല്ലാതെ, സംസ്കരണ പ്രവർത്തനം നടത്താനല്ലാതെ, നന്നാക്കുവാനല്ലാതെ, മസ്തതാറ്റു, എനിക്ക് സാധിക്കുന്നത്ര. സ്വയം നന്നാവുന്നതോടൊപ്പം സാമൂഹ്യ വ്യവസ്ഥയെ നന്നാക്കാനും പരമാവധി കഴിയുന്നത്ര ഓരോ വ്യക്തിയും ശ്രമിക്കണം. എന്നാൽ കഴിയുന്നത്ര ശ്രമിക്കാനേ പ്രവാചകന്മാരോട് പോലും പറയുന്നുള്ളൂ. ഒമാ തൗഫീഖി ഇല്ലാ ബില്ലാ, ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് എനിക്ക് സാധ്യമാക്കി തരുന്നത്, എനിക്കതിന് ഉദവി നൽകുന്നത് അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഉദവി കൊണ്ടല്ലാതെ, തൗഫീഖ് കൊണ്ടല്ലാതെ എനിക്കൊന്നും ചെയ്യാനോ നേടാനോ സാധിക്കുകയില്ല. അലൈഹി തവക്കൽതു, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന ഉത്തമ വിശ്വാസത്തോടെ എല്ലാം ഞാൻ അള്ളാഹുവിൻ്റെ തീരുമാനത്തിനായി വിടുകയാണ്. വ ഇലൈഹി ഉനീബ്, അവനിലേക്കാണ് ഞാൻ മടങ്ങുന്നത്. എല്ലാവരെയും പോലെ ഞാനും അവനിലേക്കാണ് മടങ്ങേണ്ടത് എന്ന ബോധം എനിക്ക് എപ്പോഴും ഉണ്ട് എന്നാണ് ഷുഐബ് നബി അലൈഹിസ്സലാം പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.